കൊറേ നേരം ആയല്ലോ CBI കളിക്കാൻ തുടങ്ങിയിട്ട്. എന്തുവാടി ആലോചിക്കുന്നേ? തെളിച്ച് പറ. ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ രണ്ടുപേരും സത്യസന്ധമായി ഉത്തരം പറയണം. പറയൂ. എന്താണ് ചോദ്യം? ചോദ്യം കേട്ടോ. അച്ഛൻ ഇതിനു മുമ്പ് ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നപ്പം അങ്ങനെ മുങ്ങി നടന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. ഇല്ലല്ലോ അല്ലേ? ഉറപ്പാണ്. ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇല്ല. പിന്നെ എന്തിനാ അച്ഛൻ ഇപ്പോൾ ഭയന്ന് നടക്കുന്നു? എന്തുകൊണ്ട്? അതാണല്ലോ നമ്മുടെ ചോദ്യം. ഞാൻ പറയാം. ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞു. അച്ഛാ, മണികണ്ഠൻ എന്ന് പറഞ്ഞ ഏതോ ഒരു പുള്ളി അച്ഛനെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ തന്നെ അച്ഛന്റെ മുഖഭാവം അങ്ങ് മാറി. അച്ഛനൊരു വെപ്രാളോ, മുഖമൊക്കെ കയറിങ്ങോ കടുത്ത് ഞാൻ ഇല്ലെന്ന് പറ, നീ എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു വെപ്രാളോ. അതിന്റെ ആവശ്യം എന്തുവായിരുന്നു? എന്തായിരിക്കും? അച്ഛനെ അയാളെ ഒഴിവാക്കണം. ഒഴിവാക്കണം. വേറൊരു കാര്യം ചോദിക്കാം. ഈ പുള്ളിയെ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അമ്മ? ചിന്തിക്ക്, നന്നായിട്ട് ചിന്തിക്ക്. എപ്പോഴെങ്കിലും, വർഷങ്ങൾക്ക് മുമ്പ്? എന്റെ ഓർമ്മയിലില്ല. ഇല്ല. നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ റിങ്കി? ഞാൻ എവിടെ നിന്ന് കാണാൻ? കണ്ടിട്ടൊന്നുമില്ല. ഞാനും കണ്ടിട്ടില്ല. പിന്നെ നമ്മളാരും കാണാത്ത ഒരാളെ അച്ഛൻ പിന്നെ എന്തിനു പേടിക്കണം? അതാണ് എന്റെ ചോദ്യം. അത് ശരിയാണല്ലോ. എന്തിനു പേടിക്കണം? എന്തായിരിക്കും കാരണം? അച്ഛന് പേടിയാണോ അയാളെ? അച്ഛന് നല്ല പേടി. സാധാരണ അച്ഛൻ അങ്ങനെ ആരെങ്കിലും പേടിക്കാറുണ്ടോ? ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ ഇറങ്ങി ഓടാറുണ്ടോ? അച്ഛൻ ഇങ്ങനെ ഒളിച്ചും മറച്ചും ഒക്കെയാണോ നടക്കുന്നത്? അങ്ങനത്തെ ഒരു സ്വഭാവമാണോ നമ്മുടെ അച്ഛന്റെ? അല്ല. അല്ലാന്ന് പറയാ ഇത്ര താമസം എന്തുവാ? അല്ല. നീ എന്താണ് ചോദിച്ചു പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞില്ലല്ലോ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് പറ. നീ പോയിന്റിലേക്ക് വാ. നീ കറങ്ങി തിരിഞ്ഞ് ഊന്ന് പറയണല്ലാണ്ട് കാര്യം പറയണില്ലല്ലോ. ഉദ്ദേശം എന്ന് പറഞ്ഞ വേറെ ഒന്നുമില്ല. ഇത് സംഭവം അതാണ്. ഏതാണ്? മറ്റേ മണികണ്ഠൻ എന്ന് പറഞ്ഞ പുള്ളി ഉണ്ടല്ലോ, പുള്ളി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? പുള്ളി എന്താ പറഞ്ഞേ? ഞാൻ എല്ലാം സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അച്ഛന്റെ തീരുമാനം അറിഞ്ഞാൽ മതി. ഡിസിഷൻ. എന്ത് ഡിസിഷനാണ്? ചിന്തിക്ക്, നന്നായിട്ട് ചിന്തിക്കൂ. എന്തെങ്കിലും കേട്ടട്ടെ. എന്തോ കാര്യം പറ. നിന്റെ മനസ്സിൽ തല പുകയുന്നടേ. കാര്യം പറ. ദേഷ്യം വരുന്നു. പിന്നെ ഇങ്ങനെ കൊടുക്കണല്ല. കാര്യം പറയണില്ല. പറ. ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് നോക്കുമ്പോ എനിക്കൊരു കാര്യം മനസ്സിലേക്ക് വരുന്നു. എന്തോന്നാണ്? അത് തന്നെയാണ്. ഏത്? എനിക്ക് പറയുന്നതിൽ നല്ല വിഷമമുണ്ട്. പറയോ, ഞങ്ങളെ കൂടെ ടെൻഷൻ എടുപ്പിക്കാതെ. പറയാം. അത്ര എടുത്തടിച്ച പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു. അത് പതുക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? കാര്യം പറ. അമ്മ, ഈ പുള്ളി ഉണ്ടല്ലോ, നമ്മുടെ അച്ഛനെ പറ്റി ഒരു കയ്യബദ്ധം. നിങ്ങൾ പണ്ടത്തെ സിനിമ കണ്ടിട്ടില്ലേ? അച്ഛനെ അമ്മയൊക്കെ തേടി മക്കൾ വീട്ടിലോട്ട് പറഞ്ഞേ. ഇത് അത് തന്നെ മണി. അനാവശ്യം പറഞ്ഞോണ്ടില്ല. പൊല്ല് താഴെ വീഴുന്നില്ല. ഞാൻ പറയുന്നത് അനാവശ്യം. നിങ്ങൾ തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക്. പുള്ളി വന്നപ്പോ പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഡിസിഷൻ അച്ഛൻ തന്നെ പറയൂന്ന് പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് കാര്യം ചെന്ന് പറഞ്ഞപ്പോ അച്ഛനൊരു പേടി, വെപ്രാളം, ഇതുവരെയും ഇല്ലാത്ത കുറെ എക്സ്പ്രഷൻസ് ഒക്കെ. പിന്നെ എല്ലാം പോട്ടെ, ഇതൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ആണെന്ന് ചിന്തിക്കാം. അമ്മ, ചേട്ടന്റെ മൂക്ക് ശ്രദ്ധിച്ചായിരുന്നോ? ആ മൂക്ക് നിന്റെ അച്ഛന്റെ മൂക്ക് പോലെ അല്ലല്ലോ. അച്ഛന്റെ മൂക്ക് പോലെ അല്ല, ചിലപ്പോ അമ്മേരെ മൂക്കായിരിക്കും പുള്ളിക്ക്. കണ്ണ് ശ്രദ്ധിച്ചായിരുന്നു? കണ്ണ് ശ്രദ്ധിക്കണം. ഇല്ലേ ഒരു ഷേപ്പില് റിങ്കി ഒന്ന് ഡീകോഡ് ചെയ്ത് ഉണ്ട കണ്ണല്ലേ അത്? മുഖത്തിന്റെ ഷേപ്പ് അതുപോലെ അല്ലേ? പിന്നെ ചില എക്സ്പ്രഷൻസ് ഇങ്ങനെ, ചില കഥകളി അതും അതുപോലെയല്ലേ? ചിലതൊക്കെ ചെറുതായിട്ട്. മൊത്തതും കിട്ടൂല, ഉപ്പോള വരൂലല്ലോ ഉപ്പിലിട്ടത്. ചിന്തിക്ക്. അമ്മ ഇത് എന്നെ അമ്മ ചിന്തിച്ചിട്ട് കാര്യമില്ല. അമ്മ ഇനി നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. അമ്മയ്ക്ക് 2 പെൺമക്കളാണ്. നമുക്കൊരു കൂട്ടും കാര്യങ്ങളൊക്കെ വേണം. നമുക്കൊരു മൂത്ത ചേട്ടന്റെ സ്ഥാനത്ത് ഒരാളെ വേണം. അതിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ഇവിടെ കെട്ടിച്ചു വിട്ടാണെങ്കിൽ ശ്രീധനത്തിന്റെ പാതി ആ ചേട്ടനെ മേടിക്കാം. അമ്മ, ആ ചേട്ടൻ ദത്തെടുത്തു. കൂടമ്മ, നാക്കിനെല്ലില്ലാന്ന് പറഞ്ഞാൽ എന്ത് അനാവശ്യം വിളിച്ച് പറയുന്നല്ലോ. നിന്റെ തോന്നലുണ്ടല്ലോ. നിർത്തിക്കോളെ ഇന്നത്തോടുകൂടി. ഇനി ഒരു അക്ഷരം വേണ്ടി ഞാൻ കൊന്നളിഞ്ഞതിനെ പറയാൻ വന്നിട്ട് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കൂലേ?
അത് മണിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല, മണികണ്ഠനോട് സ്നേഹമാണ്. നീ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞ സത്യമൊക്കെ തന്നെ. എടി ഇനി നീ അധികം സംസാരിച്ചോണ്ടല്ലോ, അമ്മയുടെ ഒന്നേ കിട്ടിയോളൂ. എന്റെ ചറ പറയാന്നായിരിക്കും ഇടി കിട്ടാൻ പോണോ, നോയിക്കോ. പ്രിഞ്ചി വേണ്ട, നീ നീ തീർന്ന്. സത്യം തെളിയുമ്പോ നിങ്ങൾ എല്ലാരും എന്റെ പുറകെ വരും. അപ്പൊ ഞാൻ ഉണ്ടോ മുഖത്ത് നീര് വെച്ച അപ്പുറത്ത്. അതെ, എനിക്ക് എന്റെ അച്ഛനോട് ചോദിക്കാൻ അറിയാം എന്താണ് കാര്യം. പറയും. ഓരോന്ന് ഊഹിച്ചങ്ങ് എടുത്തോളൂ രാവിലെ. എന്തൊരു കഷ്ടപ്പോനെ ഞാൻ ഊഹിച്ചപ്പോ പാട് അല്ലാതെ മുഖമായിരുന്നു. അത് പോയി എന്ത് ചെയ്യാനാ, സത്യത്തിന്റെ മുഖം വികൃതമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല.